ആശാപ്രവർത്തകർക്ക് ഇപ്പോൾ നൽകുന്ന ആനുകൂല്യങ്ങളിൽ വിട്ട് കൂടുതൽ നൽകണം എന്നുള്ളത് കേരളത്തിന്റെ ഒരു പൊതുബോധമാണ്. അതിൽ ആർക്കും ഒരു വിരുദ്ധ അഭിപ്രായവും ഉണ്ടാവില്ല. പക്ഷേ SUCI നടത്തുന്ന ആശാ സമരം എന്ന് പറയുന്നത് അത് വളരെ ആസൂത്രിതമായിട്ട് കേരള സർക്കാരിനെ ചിതയിലേക്ക് എടുപ്പിക്കാനുള്ള ആസൂത്രിത നീക്കങ്ങളുടെ, രാജീവ് ചന്ദ്രശേഖർ നീക്കങ്ങളുടെ ഒരു പരിപാടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം BJPക്കാർ നേരിട്ട് വന്ന് ആ സമരപ്പന്തലിരിക്കുകയും സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ശരിയല്ല എന്നുള്ളത് കേരള പൊതുസമൂഹം പറഞ്ഞതായിട്ട് നമുക്കറിയാം. അപ്പോഴാണ് ഇത്തരം ന്യായങ്ങൾ കേൾക്കുന്നത്. ഇന്ന് രാവിലെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വാർത്ത നമുക്ക് കാണാം. ന്യായമാണെന്ന് വിലയിരുത്തി വലിയ പിന്തുണ പ്രഖ്യാപിച്ചതാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന ആശാസമരത്തിന്. പക്ഷേ കോൺഗ്രസിന്റെ തന്നെ തൊഴിലാളി സംഘടനയായ INTUC ഇതിൽ തുടക്കം മുതൽ സ്വീകരിച്ച നിലപാട്, പ്രത്യേകിച്ചും അതിന്റെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള വിഭാഗം സ്വീകരിച്ച നിലപാട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് മുതലാണ് ഒരു പിന്തുണ അവർക്ക് വന്നതെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ കേരള സമൂഹത്തിന് മുന്നിലുണ്ട്. അപ്പോൾ ഈ ആശാ സമരത്തെ ഒറ്റുകൊടുക്കുന്നത് കോൺഗ്രസ് ട്രേഡ് യൂണിയനായ INTUC ആണോ എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ചർച്ച കഴിഞ്ഞപ്പോൾ ഉയർന്ന സംശയം. അതുകൊണ്ടാണ് ആ ചർച്ച വഴിമുട്ടിപ്പോയി എന്ന് ഇപ്പോൾ പറയുന്നത്. ഒരു സമിതി എന്ന് പറയുന്നത് നമ്മുടെ INTUCയുടെ നേതാവ് R ചന്ദ്രശേഖരൻ സാറാണ് ആദ്യം അത് നിർദ്ദേശമായിട്ട് വെക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും ആളുകൾ ആവേശത്തോടെ ഒരു കാര്യം പറയട്ടെ. കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള, കേന്ദ്ര സർക്കാരിന്റെ ബൈലോ പ്രകാരം നിയോഗിച്ചിട്ടുള്ള ആശാ പ്രവർത്തകർക്ക് കേന്ദ്ര സർക്കാർ ഒരു രൂപ പോലും കൂട്ടി കൊടുക്കണ്ട എന്നുള്ള കാര്യം സമരസമിതി പറയുന്നത് തന്നെ അജണ്ടയാണ്. ഇനി സമരസമിതി എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിനെതിരെ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം കേട്ടു നോക്കുക. ഇവിടെ പ്രതിഷേധം നടക്കുകയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പിണറായി വിജയന്റെ, മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധം BJP നടത്തുന്നതിനിടെ ആശാപ്രവർത്തകർ ഈ പരിസരത്തേക്ക് എത്തുകയും കൈയടിച്ചുകൊണ്ട് ആശാപ്രവർത്തകർ ഇതിനെ സ്വീകരിക്കുകയും ചെയ്തതാണ് കണ്ടത്. നിങ്ങൾ കൈയടിച്ചാണല്ലോ ഇത് സ്വീകരിച്ചത്. വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കത്തിച്ചനായിരുന്നു. വളരെ സന്തോഷം, നല്ല സമാധാനമുണ്ട്. ഇപ്പോഴും കത്തിച്ചപ്പോ നിങ്ങൾ ഇവിടെ കൈയടിക്കായിരുന്നേ, സന്തോഷം കൊണ്ട് ഇനിയും കൈയടിക്കും. ഈ 53 ദിവസം കൊണ്ട് വരുന്ന വരുന്ന കണ്ണുനീര് ഞങ്ങളുടെ നെഞ്ചിലെ തീയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ, അതുപോലെ തന്നെ DK ശിവകുമാറിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ നിരവധിയായ കേസുകൾ വന്നിട്ടുണ്ട്. ഇതില് ഇവര് കൈയടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതില് ഉദ്ദേശം മറ്റൊന്നുമില്ല, രാഷ്ട്രീയം മാത്രമാണ്. നികൃഷ്ടമായ രാഷ്ട്രീയം, BJP രാഷ്ട്രീയം. അതിനെ ഒരു നിലയ്ക്കും വിലവെച്ച് കൊടുക്കരുത്. ഇവരുടെ അധിക്ഷേപത്തിന് ട്രൂത്ത് ഇങ്ക് കോപ്പിയല്ല, അവരുടെ ഫാദർ വന്നാൽ തന്നെ ഇത് അംഗീകരിച്ച് കൊടുക്കരുത് എന്നുള്ള തന്നെയാണ്. ഒരു കാര്യം കൂടി കണ്ടിട്ട് നിർത്താം. AK ആന്റണിയുടെ കാലത്തുണ്ടായ ആദിവാസി ഭൂസമരങ്ങളുടെ ഭാഗമായിട്ട് ഒരാളെ വെടിവെച്ച് കൊല്ലുന്ന സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പോലും ഇതുപോലുള്ള വൃത്തികേടുകൾ നമ്മൾ കേട്ടിട്ടില്ല. ചോദിക്കാതെ ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്കുള്ള കഞ്ഞി പോലും കിട്ടിയല്ല ആ കള്ളിയുടെ കാര്യം പറഞ്ഞാല്. അവളൊരു മാധ്യമപ്രവർത്തകരാന്ന് പറയുന്നത് നിങ്ങൾക്കൊരു നാണക്കേടില്ല. ഇപ്പൊ നിങ്ങൾ ഇത്രയും കള്ളം പറയുന്നുണ്ടോ? കാരണമറിയാതെ മുഖ്യമന്ത്രിയുടെ മകളെ ജയിലിലടയ്ക്കണമെന്ന് കയ്യടിക്കാൻ നടക്കുന്ന ഈ വക ആളുകളെ, ഇവരുടെ ആവശ്യമല്ല ഇവർക്ക് പ്രാധാന്യം മുഖ്യമന്ത്രി ഇല്ലാതാവുക എന്നുള്ളതാണ്, ഇടതുപക്ഷ സർക്കാർ ഇല്ലാതാവുക എന്നുള്ളതാണ്. ഒരു നിലയ്ക്കും ഇവരെ ഒരു കാരണവശാലും പരിഗണിക്കരുത്. BJP നേതൃത്വത്തിൽ, BJP ആസൂത്രണത്തിൽ നടക്കുന്ന, ഇപ്പൊ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ സമര നാടകത്തിന് എന്നുള്ളതിൽ സാധാരണ ജനങ്ങളുടെ ഏറ്റവും വലിയ അഭ്യർത്ഥനയാണ്. മാധ്യമപ്രവർത്തകരല്ല, ട്രൂത്ത് റിംഗ് കോപ്പി അടക്കമുള്ള തീവ്ര ഇടതുപക്ഷ നിലപാടുകളുണ്ടെന്ന് അവകാശപ്പെടുന്ന BJP വക്താക്കളല്ല. ആര് പറഞ്ഞാലും തല തന്നെ പോയാലും ഇവർ അംഗീകരിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.